ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ +1 അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാമിന് 8 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. അപ്പോൾ 8 മാർക്കിന് എന്തൊക്കെയാണ് ചോദിച്ചതെന്നും അവയ്ക്ക് നിങ്ങൾ മുഴുവൻ മാർക്കും കിട്ടാനുള്ള പാകത്തിന് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നും നമ്മൾ പറയുന്നുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക, ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇതൊരു ക്രിസ്മസ് എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് മോഡൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആനുവൽ എക്സാം വരുന്നുണ്ട്. ആനുവൽ എക്സാമിന് നമുക്ക് A+ കിട്ടണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് സാധിക്കും, നിങ്ങളെക്കൊണ്ട് കഴിയും, നിങ്ങൾ നേടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ പഠിക്കുക. ഓക്കെ, വളരെ ഈസിയാണ് മക്കളെ, നമ്മളെക്കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ 8 മാർക്കിൻ്റെ ചോദ്യം ഒന്ന് നോക്കിയാലോ. വളരെ എളുപ്പമായിട്ട് തോന്നി. ജേർണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജേർണലൈസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ചുമ്മാ ജേർണലൈസിങ് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, ക്യാഷ് അക്കൗണ്ട്, അതായത് ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാഷിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. നോക്കിയാലോ. ഒന്നാമത്തത്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000 ആൻഡ് സ്റ്റോക്ക് വർത്ത് 10,000. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? സാധാരണ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് എഴുതുക. എന്നാൽ ഇവിടെ ക്യാപിറ്റൽ മാത്രമാണോ കൊണ്ടുവന്നത്? അല്ല, സ്റ്റോക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എമൗണ്ട് എത്രയായിരിക്കും ഡെബിറ്റ് കോളത്തിൽ എഴുതുക? അതായത് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന 50,000 ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്കായിട്ട് കൊണ്ടുവന്ന 10,000 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 60,000 ആയിരിക്കണം നമ്മൾ ഡെബിറ്റ് കോളത്തിൽ എഴുതേണ്ടത്. എന്നിട്ട് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് കോളത്തിൽ 50,000ഉം ടു സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റ് കോളത്തിൽ 10,000 എഴുതാം. നെറേഷൻ എന്ത് വരും? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് സ്റ്റോക്ക്. ഈ രീതിയിലായിരിക്കും നെറേഷൻ വരും. റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തത്, ക്യാഷ് പർച്ചേസസ് ₹20,000. ക്യാഷ് കൊടുത്തിട്ടാണ് ഗുഡ്സ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 20,000. നെറേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ്? ബാങ്കിൽ പൈസ കൂടി, ഫേമിൽ പൈസ കുറഞ്ഞു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എത്രയാണ്? 5,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5,000. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഓക്കെ, അടുത്തത്, ഗുഡ്സ് സോൾഡ് ടു ശ്രീവിദ്യ 25,000. ശ്രീവിദ്യക്കാണ് കൊടുത്തത്. ക്യാഷിന് കൊടുത്തെന്ന് പറയുന്നുണ്ടോ? ഇല്ല അല്ലെ, ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്യാഷിന് കൊടുത്തെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ശ്രീവിദ്യ നമ്മുടെ ഒരു ഡെപ്റ്ററായിട്ട് മാറിയില്ലേ. അപ്പോൾ ഡെപ്റ്റർ ആകുമ്പോൾ ശ്രീവിദ്യയെ ഡെബിറ്റ് ചെയ്യണം. ശ്രീവിദ്യ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 25,000. സോൾഡ് ഗുഡ്സ് ടു ശ്രീവിദ്യ എന്ന് നരേഷൻ എഴുതാം. അടുത്ത ചോദ്യം, പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക് വഴിയാണ് റെൻറ്റ് കൊടുത്തത്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ല, ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. ചെക്ക് വഴിയാണ് കൊടുത്തത്, അപ്പോൾ ബാങ്കിൽ പൈസ കുറയും. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 3,000. നറേഷൻ എഴുതുക, പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ, വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് 2,000. അപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത് അതിനൊരു ടേം ഉണ്ട് അല്ലേ, എന്താണ്? ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുക, 2,000. നറേഷൻ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. റെഡി അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് രീതിയിലാണ് മുഴുവനായിട്ട് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾ ജേർണലിൻ്റെ ഫോർമാറ്റൊക്കെ വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഡേറ്റ് കോളം ഉണ്ട്, ഡേറ്റ് കോളം നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് നോക്കുന്നത് പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, പിന്നെ ലെഡ്ജർ ഫോളിയോ ഉണ്ട്, ഡെബിറ്റ് കോളം ഉണ്ട്, ക്രെഡിറ്റ് കോളം ഉണ്ട്. ഇങ്ങനെ മൊത്തം 5 കോളമാണ് ജേർണലിന് വരുന്നത്. ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ട്രാൻസാക്ഷൻസുകളും നല്ല രീതിയിൽ തന്നെ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മോഡൽ ആൻഡ് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് ജേർണലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാം. റെഡി അല്ലേ? അപ്പോൾ ക്യാഷ് നമ്മൾ ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റോക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഏരിയ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ടു സ്റ്റോക്ക് എന്ന് എഴുതാം. ദെൻ അപ്പോൾ ഈ ഒരു എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നേരെ പോയിട്ട് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതി വെക്കരുത്. അങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഭാഗത്ത് രണ്ടും കൂടി നമ്മൾ എഴുതി വെക്കരുത്. 60,000 എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫിഗർ വന്നിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന 50,000ഉം 2 സ്റ്റോക്കായിട്ട് കൊണ്ടുവന്ന 10,000. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ഫിഗർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങളുടെ മാർക്ക് 1 മാർക്ക് പോലും കുറയരുത് എന്നുള്ള
ആഗ്രഹത്തിൻ്റെ പുറത്താണ് പറയുന്നത്. റെഡി? പിന്നെന്തായിരുന്നു നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലേ? അപ്പോൾ എന്താണ് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം എമൗണ്ട് തന്നെയാണ് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എഴുതുന്നത്. പിന്നെന്തായിരുന്നു ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പിന്നെന്താണ് ശ്രീവിദ്യക്ക് ക്രെഡിറ്റിന് കൊടുത്തു അല്ലേ? അപ്പോൾ ശ്രീവിദ്യ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ. ക്രെഡിറ്റ് എന്നൊന്നും പറയില്ല കേട്ടോ, നമ്മളത് അസ്യൂം ചെയ്തെടുക്കണം. ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് സെയിലാണ്. അപ്പോൾ ശ്രീവിദ്യ നമ്മുടെ ഒരു ഡെപ്റ്ററായിട്ട് മാറി. അപ്പോൾ ശ്രീവിദ്യനെ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് നടന്നു, സെയിൽസ് ഒരു ഇൻകമാണ്, അതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. പിന്നെ ഒരു എക്സ്പെൻസ് ആണ് റെൻ്റ്, അത് ചെക്ക് വഴിയാണ് കൊടുത്തത്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പിന്നെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. ആ പേരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 8 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഏതാ എഴുതിയെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ രണ്ടും ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്തായിരുന്നു ചോദ്യം? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ മറ്റൊരു ചോദ്യമാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഐ ആം സോറി, അതിനു മുമ്പ് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ലെഡ്ജർ അക്കൗണ്ട് മാത്രമല്ല എന്തും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക? ക്യാഷ് വരുന്ന എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു കേസ് എടുക്കാം. ആദ്യത്തെ കേസിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ടു സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ രണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ എഴുതണം? ക്യാഷ് അക്കൗണ്ട് ഈസ് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ടു സ്റ്റോക്കാണ്. അപ്പോൾ ക്യാപിറ്റലും സ്റ്റോക്ക് എന്ത് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടിനെയും, ക്യാപിറ്റലിനെയും സ്റ്റോക്കിനെയും ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. എങ്ങനെ എഴുതുക? ഈ കാണുന്ന രീതിയിൽ. എങ്ങനെ? ടു ക്യാപിറ്റൽ ടു സ്റ്റോക്ക്. അതിൻ്റെ എമൗണ്ട് എത്രയാണ്? ആദ്യത്തെ കേസിൽ 50,000, രണ്ടാമത്തെ കേസിൽ 10,000. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റലും ടു സ്റ്റോക്കും എഴുതി. ഇനി നമുക്ക് ക്യാഷ് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് ഒന്ന് നോക്കിയാലോ? ഇനി ക്യാഷ് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പർച്ചേസസ് ഒന്ന് നോക്കിക്കേ. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ പർച്ചേസസ്. എത്രയാണ് എമൗണ്ട്? 2,000. അപ്പം ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ബൈ പർച്ചേസസ് എഴുതണം. കാണുന്നില്ല ഇവിടെ? ബൈ പർച്ചേസസ് എന്ന് എഴുതണം. ഒന്നാമത്തെ ബൈ പർച്ചേസസ് 2,000. പിന്നെ ക്യാഷ് വരുന്നത് എവിടെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഈസ് അഗെയിൻ ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ആണ്. എമൗണ്ട് വരുന്നത് 5,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ബാങ്ക് എന്ന് എഴുതിയിട്ട് 5,000 എഴുതാം. ബൈ ബാങ്ക് 5,000. ഡേറ്റ് ഒക്കെ എഴുതണം കേട്ടോ, ഫോർമാറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. പിന്നെ വരുന്നത് ഏതാണ് ക്യാഷ് ഉള്ളത്? ഡ്രോയിങ്സിൻ്റെ ക്യാഷ് വരുന്നുണ്ട് അല്ലേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ ബൈ ഡ്രോയിങ്സും കൂടി എഴുതാനുണ്ട്. നിങ്ങൾ കാണുന്നില്ല അവസാനത്തെ ജേർണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതണം. ഇത്ര എമൗണ്ട് വരുന്നത് ബൈ ഡ്രോയിങ്സ് 2,000. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ ബാലൻസ് ക്യാരി ഡൗൺ. ഇവിടെ എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ടേക്ക് എഴുതുക. 33,000 ആണ് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത്. 33,000 ആണോ നിങ്ങൾക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരം ശരിയായിരിക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? നമ്മൾ അടുത്ത മാസത്തേക്ക്, ഇതിപ്പോൾ ജനുവരീൻ്റെ കേസല്ലേ, അടുത്ത മാസത്തേക്ക് നമ്മൾ അതിനെന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്തിട്ട് എഴുതണം. എത്രയാണ്? 33,000. റെഡിയല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ? രണ്ടിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അതെവിടെയാണ് നമ്മൾ എഴുതുക? ഓപ്പണിംഗ് ബാലൻസ് കൃത്യമായിട്ട് ടു ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 35,000 ക്യാഷിലും 20,000 ബാങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 35,000 ക്യാഷായിട്ടും 20,000 ബാങ്കിലും. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് വരച്ചിട്ട് നമ്മളവിടെ എഴുതണം. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ആദ്യത്തെ തന്നെ ഒരു കോൺട്രാ എൻട്രി ആണല്ലേ? ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്.
ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ 5000 എഴുതണം. ഈ 5000 ബാങ്ക് കോളത്തിലാണ് വരിക. എന്നിട്ട് ലെഡ്ജർ ഫോളിയോയിൽ സി എന്ന് പറഞ്ഞിട്ടും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോഴാണ് അത് കോൺട്രാ എൻട്രി ആയിട്ട് വരിക. അപ്പോൾ ഒന്നാമത്തെ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് 5ാമത്തെ ഡേറ്റിലാണ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ഇത് ഇവിടെ മാത്രമാണോ വരിക? അല്ല അല്ലേ, ആ ക്രെഡിറ്റ് സൈഡിലും വരും. അവിടെ എങ്ങനെ വരിക? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് വരിക. എന്നിട്ട് ക്യാഷ് കോളത്തിലാണ് നമ്മൾ എന്ത് എഴുതുക? ഫിഗർ എഴുതുക 5000. പിന്നെ എങ്ങനെ വരും? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബിനു ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബിനു ഫോർ ക്യാഷ് ആണ്. ഏതാ ഡേറ്റ്? 10 അല്ല 7 ഡേറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതുക. അപ്പോൾ ബൈ പർച്ചേസസ് എന്ന് വരും, ക്രെഡിറ്റ് സൈഡിൽ വരും. എന്നിട്ട് ക്യാഷ് കോളത്തിൽ എത്ര എമൗണ്ട് വരും? 4000. റെഡി. പിന്നെ ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിലാണ്. എത്രയാണ് വരുന്നത് എമൗണ്ട്? 7 ടു സെയിൽസ് എന്ന് വരും. ദെൻ എങ്ങനെയാണ്? ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ചെക്കാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് വരിക? ബാങ്കിലാണ് എമൗണ്ട് പോവുക. എത്ര എമൗണ്ട് വരുന്നത്? ഫർണിച്ചർ 6000 ആണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്കാണ്. ചെക്ക് ഉപയോഗിച്ചിട്ടാണ്. അവിടെ ഒന്നും കോൺട്രാ എൻട്രി ഇല്ല. ദെൻ വിത്ഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും എന്താണ്? 18ാം തീയതി ഒരു കോൺട്രാ എൻട്രിയും കൂടി വരികയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും അല്ലേ. അപ്പോൾ ടു ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷ് കോളത്തിൽ എത്ര എഴുതണം? എമൗണ്ട് എത്രയാണ്? 3000 എഴുതണം. അപ്പുറത്തെ സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ 3000 എഴുതാം. റെഡി അല്ലേ? ഓക്കെ. ദെൻ കമ്മീഷൻ റിസീവ്ഡ് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ക്യാഷ് കോളത്തിൽ 2000 എമൗണ്ട് എഴുതുക. 2000 ചെക്കാണ്. അപ്പോൾ എങ്ങനെ വരും? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ്. എത്ര എമൗണ്ട് വരുന്നത്? 5000. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ്. 1000 രൂപ. അപ്പോൾ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. ദെൻ വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ് വരിക. അപ്പോൾ 3000 ബാങ്കിൽ നമ്മൾ കുറയുകയാണ് ചെയ്യാം. റെഡി ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ദെൻ ഫൈനലായിട്ട് ബാലുവിൻ്റെ കേസാണ്. ബാലുവിൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാലു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാലു. ഒരു ക്യാഷ് കോളത്തിൽ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതും. ഈ രീതിയിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ളത് ക്യാഷിൻ്റെ ബാലൻസ് 49,000 ബാങ്കിൻ്റെ ബാലൻസ് 26,000 ആണ് കിട്ടിയെന്ന് നോക്കാം. ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയത് ക്യാഷിൽ നിങ്ങൾക്ക് 36,000 ബാങ്കിൽ 9,000 ആണ് കിട്ടിയെന്ന് നോക്കുക. ഈ കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ളത് ശരിയാണ്. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ കോൺട്രാ എൻട്രി എഴുതുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് വരുന്ന ഏരിയാസാണ്. 2 ഡേറ്റിലാണ് നമുക്ക് കോൺട്രാ എൻട്രി വന്നിട്ടുള്ളത്. ഒന്ന് 10-നും പിന്നെ വന്നത് 18-നുമാണ്. 10-നല്ല, ആദ്യത്തേത് 5ാം തീയതിയിലുള്ളത്. 5ാം തീയതിയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കോൺട്രാ എൻട്രി. പിന്നെ 18, 5ഉം 18ഉം. അപ്പോൾ 5-നും 18-നും നിങ്ങൾക്ക് കോൺട്രാ എൻട്രീസ് കൃത്യമായിട്ട് 2 സൈഡിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പം നന്നായിട്ട് പഠിച്ചോളൂ. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിൻ്റെ ചോദ്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെയാണ് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഇനി വരാൻ പോകുന്ന മോഡലും ആനുവലും അടിപൊളിയാക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് A+ ലെവലിലോട്ട് എത്തണം. ഓക്കെ അല്ലേ? അപ്പോൾ കൂടെ കൂടിക്കോ, നമുക്ക് ഉഷാർ.